ഹസ്തിനപുരിയിലെ ഏതൊരു വീരനും മത്സരക്കളരിയിൽ പുരുഷാർത്ഥ പ്രകടനമാവാമെന്നാണ് അറിഞ്ഞത്. അനുവദിക്കുമെങ്കിൽ അർജുനകുമാർ ചെയ്തതും അതിലേറെയും എനിക്ക് ചെയ്യാനാവും. അതിലേറെ അപ്പോ അഹങ്കാരിയാണ് അല്ല ഗുരു, ആത്മവിശ്വാസമാണ്. അതിലേറെയും എന്നാലാവുമെന്ന ഉറച്ച വിശ്വാസം. ഇതേ വിശ്വാസവുമായി വന്ന പലരും ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. ഇവിടെ ഇപ്പോ വിജയിയെ ഹാരമണിയിക്കുന്ന ചടങ്ങാണ്. അത് അലങ്കോലപ്പെടുത്താൻ നിൽക്കാതെ പോ. വിജയിയെ വെല്ലുവിളിക്കുന്ന എന്റെ പരാജയം ഉറപ്പിക്കാതെ അങ്ങ് എങ്ങനെ ഇതൊരു വിജയമാണെന്ന് ഉറപ്പിക്കാം? പുരുഷാർത്ഥത്തെ മാനിക്കുന്ന ഹസ്തിനപുരിയിലെ ജനങ്ങളെ, നിങ്ങൾ കേവലം ഒരു രാജകുമാരനെ ജയ് വിളിക്കാൻ വന്നവരും കണ്ടതുകൊണ്ട് മാത്രം തൃപ്തരായി കാണാത്തതിനെ തള്ളിപ്പറയുന്നവരുമാണ് ഞാൻ വിശ്വസിക്കുന്നു. വീരന്മാരെ കണ്ടറിയാനെത്തിയ നിങ്ങൾക്ക് മുമ്പിൽ പഠിച്ച വിധികൾ കാണിക്കാൻ ഒരു അവസരത്തിലാണ് ഞാൻ കാക്കുന്നത്. അർജുനകുമാരൻ ആയോധനകലയുടെ അവസാന വാക്കല്ല, കുമാരനെ വെല്ലുവിളിക്കുന്ന ഈ ഞാനും. ഇത് ദുര്യോധന ചേട്ടന്റെ എന്തോ കള്ളക്കളിയാണ്. പരാജയപ്പെടുന്നതിനെ ചാലത മാറ്റാൻ അപമാനിക്കാൻ ചട്ടം കെട്ടിവിട്ടായിരിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പുരജനങ്ങളല്ല. കൗരവ ഗുരുവായ നാമുണ്ട്, ധൃതരാഷ്ട്ര മഹാരാജാവുണ്ട്, മഹാരാജാവ് പോലും മാനിക്കുന്ന ഭീഷ്മ പിതാമഹനുണ്ട്. പിതാമഹ, മത്സര പരീക്ഷകൾ അവസാനിച്ചു കഴിഞ്ഞ ഈ നേരത്ത് ഈ ഒരു അഹങ്കാരത്തിന് അനുമതി നൽകണോ? ആത്മവിശ്വാസം അഹങ്കാരമാണെങ്കിൽ നോമാണ് കുരുവംശത്തിലെ 3 തലമുറകൾ കണ്ട ഏറ്റവും വലിയ അഹങ്കാരി. പുരുഷാർത്ഥത്തിന്റെ മാറ്റുകല്ലാണ് ഈ മത്സരക്കളരി. ഇവിടെ ഏതൊരു പൗരനും പ്രകടനമാവാം. നിനക്കും. അർജുനകുമാരൻ വില്ലാളി വീരനാണെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ല. പക്ഷേ നിന്റെ വിജയത്തിന് ഇവന്റെ വെല്ലുവിളി ഒരു കളങ്കമാവരുത്. അതുകൊണ്ട് നിനക്ക് അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കാം. അതിനു മുൻപ് യുവരാജാക്കന്മാർക്ക് വരെ അടിമതിരിപ്പോയ ഈ കളരിയിലേക്ക് കാലുറപ്പിച്ചു വന്ന് വെല്ലുവിളിച്ച നിന്റെ നാമം സഭാവാസികളായ പ്രമുഖരും ഗുരുജനങ്ങളും ഒന്നറിയട്ടെ. പറയൂ. കർണൻ. വിധി കാണാൻ കൊതി നിറഞ്ഞ കണ്ണുകൾ കളി കാണും കോമയുടെ തോന്നലിൽ നിൻ മൃതി പോലും ചിരി പുരണ്ട നാടകം. ഒരു നേരം അമ്മയുടെ കണ്ണുകൾ നിൻ അകതാരിൽ തേങ്ങിപ്പിടഞ്ഞുവോ? കളിയോടെ തുഴയെറിഞ്ഞ ബാല്യവും നിൻ പടവാളി പാട്ടും കരിഞ്ഞുവോ? കഥ തുടരും നാളുകൾ, ഇനി ഹൃദയം പാടും നാളുകൾ. ഇനി നമ്മൾ നാടിനായി പടവാളേന്തും നേരുകൾ. ഇനി നമ്മൾ നാടിനായി പടവാളേന്തും നേരുകൾ. പടവാളേന്തും നേരുകൾ. പടവാ
ഇത്രയും പല കുമാരിമാരും ചെയ്തതാണ്. അർജുനനെ പോലെ ലക്ഷ്യഭേദന നടത്തണം. ഏയ്, അവിടെ ഒരു ശാന്നം പിടിച്ചു കിട്ടും. ഒരു വില്ലാളി ആയുധം എന്തുമ്പോൾ അന്ധനായിരിക്കണമെന്ന പാഠമായിരിക്കും ഗുരു അതിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. രൂപമേതെന്നോ അതിൻ്റെ നിലയെന്തെന്നോ നോക്കാതെ ശബ്ദത്തെ മാത്രം വിശ്വസിച്ച് കണ്ണും പൂട്ടിത്തൊടുക്കുക. ഫലം ശ്വാനനെ വർദ്ധിക്കും. അപ്പ കേൾക്കുന്ന സ്വരം, അതാണ് ലക്ഷ്യം. മനസ്സിലായ? സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായ? ആദ്യം പുറത്തു കേൾക്കുന്ന സ്വരം, അതാണ് ലക്ഷ്യം. അതിനിടയ്ക്ക് ഇനി ഞാൻ ശബ്ദിച്ചു പോകരുത്. ഏയ്, ഞാൻ എന്റെ മടക്കിയ കൈവിരലുകളിൽ മൂന്നാമത്തെ ഉയർത്തുമ്പോൾ ശ്വാനനെ വർദ്ധിക്കണം. ശബ്ദത്തിന്റെ ഉറവിടത്തിലേക്ക് ശരമെയ്ത് കയറ്റാൻ വെല്ലുവിളിയുമായിട്ടെത്തിയ ഈ വില്ലാളിക്ക് കഴിഞ്ഞില്ല. അർജുനകുമാരനോ ശ്വാനം മോങ്ങി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും വായടച്ച് കളഞ്ഞു. കുമാര, അർജുനൻ ചെയ്തു, അതിലേറെയും ചെയ്യാമെന്നവനല്ലേ നീ. ഇനി അർജുനന്റെ കഴിവിൽ ചിലതെങ്കിലും സ്വന്തമാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത് നിന്റെ അഹങ്കാരമായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. അറിവില്ലായ്മ, അർജുനനെ കുറിച്ചും ഗുരു ദ്രോണനെ കുറിച്ചുമുള്ള അറിവില്ലായ്മ. ഗുരുജനങ്ങളെ, അർജുനന്റെ വിജയം സംശയത്തിനിടയില്ലാതെ തെളിയിക്കപ്പെട്ട നിലയ്ക്ക് ഈ കാലം ഞാൻ വിജയിയാണ്.
ഇന്നത്തെ ശിക്ഷവാത്സല്യത്താൽ അന്ധനായി തീർന്നിരിക്കുന്നു നിങ്ങൾ. ബദിരനും കാണേണ്ടത് കണ്ടില്ല, കേൾക്കേണ്ടത് കേട്ടില്ല. പിതാമഹ, ഇന്നത്തെ വീരപരീക്ഷയിലെ വിജയി ഈ നിൽക്കുന്ന അർജുനകുമാരനല്ല, ഈ കർണനാണ്. ഏത് അത്ഭുത കാഴ്ചയാണ് അങ്ങയെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഗുരുവംശത്തിലെ ഏറ്റവും മൂർച്ചയേറെ ശരവും പിഴയ്ക്കാത്ത ലക്ഷ്യവുമാണ് പിതാമഹൻ. അടിയൻ വീരനെല്ലാം അങ്ങ് പറഞ്ഞാൽ അത് സത്യം തന്നെയായിരിക്കും. പക്ഷേ ഇയാൾ വിജയി എന്ന് പറയുന്നത് ആര് പറഞ്ഞു നീ വീരനല്ലെന്ന്? ഈ ആര്യാവർത്തത്തിൽ പിഴയ്ക്കാതെ ലക്ഷ്യഭേദനം നടത്താൻ കഴിവുള്ളവർ 3 പേരേ ഉള്ളൂ. ഒന്ന് നീ, മറ്റൊന്നോ പിന്നെ കർണൻ. പിതാമഹ, ശ്വാനൻ ശബ്ദിച്ചുകൊണ്ടിരുന്നത് അങ്ങും കേട്ടതല്ലേ? അത് സ്ഥൂലമായൊരു യാഥാർത്ഥ്യം. അതിനുമപ്പുറത്ത് സൂക്ഷ്മമായൊരു സത്യം സംഭവിച്ചിട്ടുണ്ട്. അതറിയാൻ ഊർജ്ജതൃക്കായ ജ്ഞാനിക്ക് മാത്രമേ കഴിയൂ. ചക്രക്കളരിക്ക് പുറത്തെ അശോകമരക്കൊമ്പിൽ കർണന്റെ സൂചിപാണത്താൽ കൊക്കുകൾ ചേർത്ത് ബന്ധിക്കപ്പെട്ട ഒരു കൂരാറ്റിക്കൾ ഇരിപ്പുണ്ടായിരുന്നു. സേവകന്റെ പ്രകാരമേറ്റ് ശ്വാനിൽ നിലവിളിക്കുന്നതിന് തൊട്ടു മുൻപ് അശോകമരക്കൊമ്പിലിരുന്ന് ആ കൂരാറ്റിക്കൾ ഇച്ചലിച്ചിരുന്നു. അതെ, എന്റെ കാതുകളിൽ ആദ്യം പതിച്ച മധുരമായ ശബ്ദം ആ ലക്ഷ്യത്തിലേക്കാണ് ഞാൻ തൊടുത്തത്. എന്നെ കബളിപ്പിച്ച സ്വരം ഏതാണെന്ന് അറിയാതെ കുഴങ്ങുകയായിരുന്നു ഞാൻ. പിതാമഹൻ പറഞ്ഞത് നേരാ. അശോകമരത്തിന്റെ കൊക്കിൽ അമ്പു തറച്ചിരിക്കുകയായിരുന്നു ഈ പക്ഷി. ഒരു വലിയ അപമാനത്തിൽ നിന്നാണ് അങ്ങനെ രക്ഷിച്ചത്. അങ്ങയെ പോലെ ഉൾക്കാഴ്ചയുള്ള ഒരു വ്യക്തി ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ കഴിവുകൾ തിരിച്ചറിയപ്പെടാതെ പോയത്, ഞാൻ പരാജിതരായത്. കഴിവും ജയവും രണ്ടും രണ്ടാണ്. കഴിവൊരു സത്യവും വിജയം ഒരു സൂത്രവുമാണ്. ദീർഘായുസോടെ ഈ ഹാരം വീരപരീക്ഷയിലെ വിജയിക്കുള്ളതാണ്. അർജുനൻ അണിഞ്ഞ മാല, അത് വീണ്ടും കഴുത്തിലണിയാനും വേണം ഒരു ഭാഗ്യം. വാങ്ങിച്ചോ. വേണ്ട, ഈ മാല അർജുനൻ അണിഞ്ഞു കാണാനാണ് അങ്ങ് ആഗ്രഹിച്ചത്. അത് നടക്കാതെ പോയതിനുള്ള അങ്ങനെ അമർഷവും എനിക്ക് മനസ്സിലാവും. പക്ഷെ ചോദിക്കട്ടെ, അങ്ങ് ആത്മാവിനകത്ത് വിശ്വസിക്കുന്നുണ്ടോ അടിയൻ ദുർബലനും അബദ്ധത്തിൽ വിജയം നേടുന്ന ഒരു കഴിവുകെട്ട യോദ്ധാവുമാണെന്ന്? അനേകം വീരന്മാരെ വിദ്യാഭ്യസിപ്പിച്ച ഗുരുനാഥൻ എന്ന രീതിയിൽ ഒരു വീരനെ കണ്ടറിയാനുള്ള കഴിവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ല, കർണന്റെ ഈ അഭേദ്യമായ ചർമ്മത്തിൽ നോക്കി ഞാനൊരു അശ്വമാണെന്ന് അങ്ങേക്ക് ഇനിയും പറയാൻ കഴിയുമെങ്കിൽ, അതല്ല അർജുനകുമാരന്റെ കഴിവിൽ അങ്ങേക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ടായെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, അർജുനൻ ദ്വന്ദ്വ യുദ്ധത്തിൽ എന്നോട് ഏറ്റുമുട്ടട്ടെ.